LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിലുള്ള 20 ചോദ്യങ്ങൾ പരിചയപ്പെടാം. LGS പരീക്ഷയ്ക്ക് 20 ചോദ്യങ്ങളാണല്ലോ. ഇതിപ്പോ 8ാമത്തെ ഭാഗമാണ്. തുടങ്ങിയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേർ ജയിച്ചാൽ വിജയ ശതമാനം എത്ര? ചോദ്യം ശ്രദ്ധിച്ചല്ലോ. വിജയ ശതമാനം. എന്തിന്റെ വിജയ ശതമാനം? ഒരു മത്സര പരീക്ഷ എത്ര ആളെ ഇരിക്കുന്നത്? 400. അതിൽ എത്ര ആള് ജയിച്ചു? 300. അപ്പൊ 400ൽ 300 പേർ ജയിച്ചു. ശതമാനം കാണണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 400 പേർ പരീക്ഷയ്ക്കിരുന്നു, അതിൽ 300 പേർ ജയിച്ചു, ശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ ഈ പൂജ്യവും ഈ പൂജ്യവും ഇതിൽ അംശത്തിലെ 2 പൂജ്യം, ഛേദത്തിൽ 2 പൂജ്യം കിട്ടി. ഇനി 100നെ 4 ഹരിച്ചാൽ 25 കിട്ടി. 25നെ ബാക്കിയുള്ള 3 കൊണ്ട് ഗുണിച്ചാൽ 75 കിട്ടി. 75% ഇതിന്റെ ഉത്തരം. ഇത് ഒരുപാട് പ്രയാസമൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം. 2 ഘാതം p ഓൾ ഘാതം 2 സമം 2 ഘാതം 20. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഈ p2 എന്നുള്ളത് എന്തായി? 20 ആയി. അപ്പൊ ഇവിടെ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക? അതാണ് p. അത് 10 ആണല്ലോ. അപ്പൊ പിയുടെ വില സമം 10. അത് അവിടെ തീർന്നു. 12 പേനയുടെ വിറ്റ വിലയും 16 പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണ്. മൂന്നാമത്തെ ചോദ്യമാണ്. ലാഭ ശതമാനം എത്ര? ഇതിപ്പം ഇങ്ങനെ ഇപ്പൊ തന്നു കഴിഞ്ഞാല് എങ്ങനെ കണ്ടുപിടിക്കാം? വിറ്റ വില എത്രയാ? 12 പേനയുടേതാണ്. വാങ്ങിയ വില 16 പേനയുടേതാണ്. ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ? ഈ 16ന്റെയും 12ന്റെയും ലസാഗു കണ്ടുപിടിക്കുക. അതെത്രയാ? അത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും 48 ആണ്. 48 ഉത്തരല്ലേ? ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനി എന്താ വേണ്ടത്? ഇപ്പൊ 48 രൂപയാണ് വാങ്ങിയ വില, വിറ്റ വില. അപ്പോ 12 പേനയുടെ വിറ്റ വില 48 രൂപയാണെങ്കിൽ ഒരു പേന വിറ്റ വില എത്രയായിരിക്കും? ഒരു പേന 4 രൂപ. 48 ഹരിക്കണം 12. അപ്പൊ 4 രൂപയാണ് ഒരു പേന വിറ്റാൽ കിട്ടുന്നത്. ഇനി വാങ്ങുന്നതോ? വാങ്ങുന്നത് 48 രൂപ തന്നെ. കാരണം 2 തുല്യാണെന്ന് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വാങ്ങിയ വില എത്ര വരും? ഒരു പേന വാങ്ങിയ വില എത്ര വരും? 3 രൂപ. അപ്പം 3 രൂപക്ക് വാങ്ങി 4 രൂപക്ക് വിറ്റു അല്ലേ? ലാഭമല്ലേ? ഉണ്ട് 1 രൂപ. എത്രക്ക്? 3 രൂപക്ക് 1 രൂപ ലാഭം. അപ്പോഴാണല്ലോ 4 രൂപയാകുന്നത് വിറ്റ വില. അപ്പൊ അതിന്റെ എന്താ വേണ്ടത്? ലാഭ ശതമാനമാണ്. അത് 1/3 ഗുണിക്കണം 100. 100നെ 3 കൊണ്ട് ഹരിച്ച് എന്ത് വരും? 33. ബാക്കി എന്ത് വരും? 1. ഈ ഛേദം എത്രയാ? 3. അപ്പൊ ഇതാ ഉത്തരം. 33 1/3 ശതമാനം. നാലാമത്തെ ചോദ്യം. 2500 രൂപ 12% സാധാരണ പലിശ കിട്ടുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പലിശ എത്ര? സാധാരണ പലിശ കാണാൻ അറിയാലോ. എന്താ? മുതലും പലിശ നിരക്കും കാലയളവും. അത് വർഷമാണോ മാസമാണോ ഒക്കെ അനുസരിച്ചിട്ട്. ഇവിടെ ഇപ്പം കൃത്യമായിട്ട് 3 വർഷം തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 2500 മുതല് ഗുണിക്കണം പലിശ നിരക്ക് 12/100 ഗുണിക്കണം 3 വർഷം. അപ്പൊ ഇങ്ങനെ ഇത് ഗുണിച്ച സാധാരണ പലിശ. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടി 25നെ 12 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 300 വരും അല്ലെ? 25ന് 4 കൊണ്ട് ഗുണിച്ചാൽ 100. അതിനെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ 300 ഗുണിക്കണം 3. 900 രൂപയാണ് പലിശ. അഞ്ചാമത്തെ ചോദ്യം എന്താ? 114.5ൽ 5ന്റെ സ്ഥാനവില. ഇവിടെ 5 എന്ന് പറയുമ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് 0.5 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചാമത്തെ ചോദ്യമാണ്. 0.5 എന്ന് പറഞ്ഞാൽ എന്താ? അത് 5/10 ആണ്. 5/10. അപ്പൊ ഇതിന്റെ സ്ഥാനവില എന്ത് വരും? അത് 1/10 ആണ്. സ്ഥാനവില. 0.5ന്റെ വില 5/10 ആണ്. പക്ഷെ അതിന്റെ സ്ഥാനവില 1/10. ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഷാജി ഒരു വരിയിൽ
മുന്നിൽ നിന്ന് 13-മതും പിന്നിൽ നിന്ന് 8-മതും ആണ്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അതിപ്പോ മുന്നിൽ നിന്ന് 13-ഉം പിന്നിൽ നിന്ന് 8-മതും ആകുമ്പോൾ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 13-ഉം 8-ഉം കൂടെ കൂട്ടുക 21, അതിൽ നിന്ന് 1 കുറക്കുക 20. അതാണ് അതിന്റെ ഉത്തരം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഒരു സംഖ്യയുടെ 4 ഇരട്ടി 72-നേക്കാൾ 8 കുറവാണെങ്കിൽ സംഖ്യ ഏത്? 72-നേക്കാൾ 8 കുറവാണെന്ന് പറയുമ്പോൾ 8 കുറച്ചാൽ മതിയല്ലോ 72 അല്ലേ? അപ്പൊ എത്രയാ? 64. ഈ 64 എന്താ? ഒരു സംഖ്യയുടെ 4 ഇരട്ടി. ഏത് സംഖ്യയുടെ 4 ഇരട്ടിയാണ് 64? 16-ന്റെ 16 ഗുണിക്കണം 4 ആണല്ലോ 64. അപ്പൊ ഉത്തരം 16. അഭിന്നകം ഏത്? അഭിന്നകം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ പോകുന്ന ദശാംശ സംഖ്യകളാണ്. ഇവിടെ ഇപ്പൊ 4 ഓപ്ഷൻസിൽ അത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതിപ്പോ 1.12121212. അപ്പൊ അത് കൃത്യമായ ഓർഡർ തന്നെ പോകുന്നു. അപ്പൊ ഇത് അഭിന്നകമല്ല. ഇവിടെ ഇപ്പം 1.12 ഇതിനൊരു തുടർച്ചയില്ല, അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് അഭിന്നകമല്ല. √4 എന്ന് പറഞ്ഞാൽ 2 അവിടെയും ദശാംശ സംഖ്യകളൊന്നും വന്നിട്ടില്ല, അഭിന്നകമല്ല. 1.1212 ഇത്രയും ശരിയാ. പിന്നെന്താ? 2.1 2.2 ഇങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഇല്ലാതെ പോകുന്നു. ഇതാണ് അഭിന്നകം. ഓപ്ഷൻ ഡി. 9-ാമത്തെ ചോദ്യം. 32(3/5) ഗുണിക്കണം 64(-1/8) ഗുണിക്കണം 8(-1/3) വില എന്ത്? ഇത് നമ്മൾ ഒന്ന് സാവകാശം ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കണം. സ്കിപ്പ് ചെയ്ത് പോകരുത്. നമുക്ക് ഒന്ന് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന് എന്നൊന്ന് നോക്കാം. 9-ാമത്തെ ചോദ്യം. 32(3/5) ഗുണിക്കണം 64(-1/8) ഗുണിക്കണം 8(-1/3). ഇതിന്റെ ഘാതമായിട്ട് ഭിന്നസംഖ്യകളും നെഗറ്റീവ് സംഖ്യകളൊക്കെ വരുമ്പോ ആകെ ഒരു ആശയക്കുഴപ്പമുണ്ട് അല്ലേ? 32 എന്ന് പറഞ്ഞാൽ എന്താ? 32 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 2 ഘാതം 5 ആണ് 32. അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 2/5 ഹോൾ ഘാതം 3/5. ഈ 5-ഉം ഈ 5-ഉം വെട്ടി ബാക്കി എന്തുണ്ട്? 2 ഘാതം 3 ആണ് ഇതിന്റെ വില. അതായത് 32(3/5)ന്റെ വില 2 ഘാതം 3. ഓക്കെ. അടുത്തെന്താ? 64 അല്ലേ? ഇതേപോലെ 32-നെ 2 ഘാതം 5 എന്ന് എഴുതിയ പോലെ 64 എന്തെഴുതാം? 32 ഗുണിക്കണം 2 അല്ലേ 64. അപ്പൊ 2 ഘാതം 5-ന് പകരം 64 എന്താകും? 2 ഘാതം 6 ആകും. അപ്പൊ നമുക്ക് അതിനെ മാറ്റി 2 ഘാതം 6 ഹോൾ റൈസ് ടു -1/8 എന്ന് പറഞ്ഞാൽ 2 ഘാതം 6ഉം -1 കൂടെ ഗുണിക്കുക. അതെന്താ? -6/8. ഇനി ഒന്ന് ചുരുക്കുക അല്ലെ? -8-നെയും 2 ചുരുക്കിക്കൂടെ? അപ്പൊ ഇത് വരും 2⁻3/4. അപ്പൊ 64 (-1/8) സമം കിട്ടി 2⁻3/4. അതെങ്ങനെയാ കിട്ടിയെന്നുള്ളതിന്റെ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണേ, അല്ലെങ്കിൽ ആകെ ആശയക്കുഴപ്പം വരും. അടുത്തെന്താ? 8. 8-ന് എന്ത് എഴുതാം? ഇതേപോലെ 2 ഘാതം 3. അപ്പം ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതാം. 8 ഹോൾ ഘാതം -1/3 സമം എഴുതുന്നത്
8 2 × 3 ഓ റേസ് ടു -1/3 3ഉം -1ഉം കൂടെ ഗുണിച്ചാൽ എന്ത് വരും? -2 റേസ് ടു -3/3. അതെന്ത് വരും? 2 റേസ് ടു -1. അപ്പൊ ഇതിന്റെ വില കിട്ടി, അത് 2 × 3. ഇതിന്റെ വില കിട്ടി, അത് 2 × -3/4. ഇതിന്റെ വില കിട്ടി 2 × -1. ഇനി ഇവ തമ്മിൽ ഗുണിക്കാറുണ്ട് അല്ലെ? ഗുണിക്കുമ്പോ എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ മാറ്റി എഴുതാം. 2 × 3 ഗുണിക്കണം 2 × -3/4 ഗുണിക്കണം 2 × -1. ഇങ്ങനെ ഒരേ ബേസ് ആണ് അല്ലെ? ഒരേ ബേസ് ആണ്, അതായത് 2 2 2. അപ്പൊ കൃത്യങ്ങള് ഇങ്ങനെ ഗുണിക്കുമ്പോ എന്താ ചെയ്യാ? അത് കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടുമ്പോ എന്ത് വരും? 2 റേസ് ടു 3 പ്ലസ് -3/4 പ്ലസ് -1. ഇനി 3 മൈനസ് 1 എത്രയാ? അത് 2 വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് എന്തെഴുതാം? 2 റേസ് ടു 2 പ്ലസ് -3/4. ഇപ്പൊ ഇവിടെ എന്താ? /4 ഒരു ഛേദമാണ് അല്ലെ? ഇതൊരു സാധാരണ സംഖ്യ, ഇതൊരു ഭിന്നസംഖ്യ. കൂട്ടുമ്പോൾ എന്ത് വരും? ആദ്യം ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. എന്ത് വരും? 8 4 2 8. 8ൽ നിന്ന് 3 കുറക്കുക. എത്ര വരും? 5. അപ്പൊ എന്ത് വന്നു? 2 റേസ് ടു 5/4 ആണ് ഇതിന്റെ ഉത്തരം. ഇത് ഉത്തരം ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. കുറച്ച് സമയം എടുക്കും, പക്ഷെ അതിന്റെ ഉത്തരം നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. 2 റേസ് ടു 5/4. 10ാമത്തെ ചോദ്യം. ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാസം 4 സെന്റിമീറ്റർ, ഉന്നതി 10 സെന്റിമീറ്റർ എങ്കിൽ അതിന്റെ വ്യാപ്തം എന്ത്? വൃത്തസ്തംഭമാണ്. അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? സൂത്രവാക്യം അറിയണം. സൂത്രവാക്യം എന്താണ്? πr²h. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം πr²h. ഇനി പ്രശ്നമില്ല, വ്യാസം 4 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ പൈ ഗുണിക്കണം, ഇത് വ്യാസമാണ് 4 സെന്റിമീറ്റർ, ഇവിടെ ആരമാണ്, അതായത് ഇതിന്റെ പകുതി 2² ഗുണിക്കണം h എത്രയാ? 10. ഇനി 2 ഗുണിക്കണം 2 4, 4 ഗുണിക്കണം 10 40, 40 പൈ. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം 11ാമത്. ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക? ആദ്യത്തെ 20 ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? 11ാമത്തെ ചോദ്യം. 1ൽ നിന്ന് തുടങ്ങി 20ാമത്തെ ഒറ്റസംഖ്യ 39. തൊട്ടടുത്ത ഒറ്റസംഖ്യ തുടങ്ങുന്ന എവിടുന്ന? 41ൽ നിന്ന്. എവിടെ അവസാനിക്കും? 79. ക്ലിയർ? ആദ്യത്തെ 20 ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 1 3 5 7 9 11 അല്ലെ? 20 ഒറ്റസംഖ്യയും 20 ഇരട്ടസംഖ്യ ഉണ്ടാവൂലേ? അപ്പൊ ആകെ എത്ര? 40 സംഖ്യ വരും. അതിന്റെ 40ആണല്ലോ ലാസ്റ്റ് വരുന്ന സംഖ്യ. അതിന്റെ തൊട്ട ഇപ്പുറത്തെ സംഖ്യ ആയിരിക്കുമല്ലോ 20ാമത്തെ ഒറ്റസംഖ്യ, അതാണ് 39. പിന്നെയും 20 സംഖ്യ വരിക എന്ന് പറയുമ്പോൾ മൊത്തം 40 ഒറ്റസംഖ്യകൾ വരും, 40 ഇരട്ടസംഖ്യ വരും, അതായത് 80 വരും അല്ലെ? 80ആണ് ലാസ്റ്റ് ഇരട്ടസംഖ്യ, ലാസ്റ്റ് സംഖ്യ. അതിന്റെ തൊട്ടിപ്പുറത്തെ സംഖ്യ എത്രയാണ്? 79. ഇനിയൊന്നുമില്ല, ഇവ നമ്മുടെ വ്യത്യാസം എത്രയാണ് വരുന്നത്? 1 41 40. അങ്ങനെ ഓരോ സംഖ്യയും തമ്മിൽ 40ന്റെ വ്യത്യാസമുണ്ട്. എത്ര? 20 എണ്ണം. അപ്പൊ 40 ഗുണിക്കണം 20.
800 വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അത് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. 800 അതിന്റെ ഉത്തരം. ഒരു കാർ ആദ്യത്തെ 2 മണിക്കൂറിൽ 40 km/മണിക്കൂർ വേഗതയിലും അടുത്ത 1 മണിക്കൂർ 30 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതെങ്ങനെയാ? ഇത് സിമ്പിൾ ആണ്. ആദ്യത്തെ 2 മണിക്കൂർ 40 km/മണിക്കൂർ വേഗതയിൽ. 1 മണിക്കൂറിൽ 40 km. എത്ര മണിക്കൂർ? 2 മണിക്കൂർ. അപ്പൊ എത്ര സഞ്ചരിച്ചു? ആദ്യം 80 km സഞ്ചരിച്ചു. പിന്നെ അടുത്ത 1 മണിക്കൂർ 30 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. അടുത്ത 1 മണിക്കൂർ. അപ്പൊ 1 മണിക്കൂറിൽ സഞ്ചരിച്ചിട്ടുള്ളൂ, അത് 30 km ആണ്. അപ്പൊ 30 എത്ര വരും? 110 km ആണ് ആകെ സഞ്ചരിച്ച ദൂരം. 2x ഗുണിക്കണം 8x സമം 2x xന്റെ വില എന്ത്? ഇത്രയും ചോദിച്ചിരിക്കുന്നു. ഇത് അവൻ ചെയ്ത് നോക്കാം അല്ലെ. 2x 13ാമത്തെ ചോദ്യം. 2x ഗുണിക്കണം 8x സമം എന്താണ്? 2x ഇതിന് നമുക്ക് 8നെ മാറ്റി എഴുതാം. എന്താ? 2 ക്യൂബ് ആണല്ലോ 8. അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോ 2x ഗുണിക്കണം ഇത് എന്താവും? 2 ഘാതം 3 ആവും. അപ്പൊ 3 ഗുണിക്കണം x 2 ഘാതം 3x ആവും. സമം 2x x സ്ക്വയർ ആണ്. ഇതെങ്ങനെയാ കാണുക? 4x ആണ്. അതായത് കൂട്ടുക വേണ്ടത്. ഇത് ഗുണിക്കുമ്പോ ഇങ്ങനെ കൃത്യമുള്ള ഒരേ ബേസുള്ള സംഖ്യകൾ ഗുണിക്കുമ്പോൾ ആ കൃത്യങ്ങൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ എന്ത് വരും? x + 3x. അതായത് 2x സമം x 2x സ്ക്വയർ. x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ഗുണിക്കണം x ആണല്ലോ. x അല്ലേ? അപ്പൊ 4 ഗുണിക്കണം x. അപ്പൊ x-ന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 4 വന്നു. അപ്പൊ x-ന്റെ വില 4 ആണ്. ഓപ്ഷൻ ഡി. 14ാമത്തെ ചോദ്യം. 111 ഗുണിക്കണം 112 സമം 111 + x². x-ന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. 111 ഗുണിക്കണം 112 എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംഖ്യ കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ. അതും ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് വലിയ സംഖ്യക്ക് പകരം ചെറിയ സംഖ്യ എടുത്തു നോക്കാം. അപ്പം ഇവിടെ 111 ഗുണിക്കണം 112 പകരം 1 ഗുണിക്കണം 2 സമം 1 പ്ലസ് എത്രയാണെന്ന് നോക്കിയാൽ മതിയല്ലോ അല്ലെ? എത്ര സ്ക്വയർ ആണ്? 1 ഗുണിക്കണം 2 എത്രയാ? 2. 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 2 കിട്ടുക? 1 സ്ക്വയർ. അപ്പം ഇവിടെ x-ന്റെ വില എത്രയാണ്? 111 തന്നെ. വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി നോക്കാം. ഇപ്പൊ 2 ഗുണിക്കണം 3 സമം 2 പ്ലസ് 2 സ്ക്വയർ ആണ്. 2 ഗുണിക്കണം 3 എത്രയാ? 6. 2 പ്ലസ് 2 സ്ക്വയർ 4. 4 പ്ലസ് 2 6. അപ്പം അവിടെ x-ന്റെ വില ഇത് തന്നെ 111. അടുത്ത ചോദ്യം 15ാമത്തത്. 1 - 1/2 - 1/4 - 1/8 - 1/16. ഇതെല്ലാം മൈനസ് ആണ് അല്ലെ? 1 - 1/2 എത്രയാ? അത് 1/2. 1/2 നിന്ന് 1/4 കുറച്ചത് എത്രയാ? അത് 1/4. 1/4 നിന്ന് 1/8 കുറച്ചത് എത്രയാ? അത് 1/8 ആണ്. 1/8 നിന്ന് 1/16 കുറച്ചത് എത്രയാ? അത് 1/16 ആണ്. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഏത് സംഖ്യയാണോ കുറക്കുന്നത് ആ സംഖ്യ തന്നെയാണ് അതിന്റെ ഉത്തരം. 1ൽ നിന്ന് 1/2 അര കുറച്ച അരയാണ്. അരയിൽ നിന്ന് 1/4 കുറച്ചാൽ 1/4ആണ്. 1/4ൽ നിന്ന് 1/8 കുറച്ചാൽ 1/8 ആണ്. 1/8 നിന്ന് 1/16 കുറച്ചാൽ 1/16. അടുത്ത ചോദ്യം 16ാമത്തത്. ഒരു സമാന്തര ശ്രേണിയിലെ രണ്ടാമത്തെയും നാലാമത്തെയും സംഖ്യകൾ 8, 2 എന്നിവയാണ്. ആദ്യത്തെ സംഖ്യ ഏതാണ്? 16ാമത്തെ ചോദ്യം.
ഒരു സമവാക്യ ശ്രേണിയിലെ രണ്ടാമത്തെയും നാലാമത്തെയും. അപ്പോൾ ഇങ്ങനെ 1, അത് കഴിഞ്ഞാൽ 8, 1, രണ്ടാമത്തെ പദം 8, പിന്നെ മൂന്നാമത്തെ പദമില്ല, നാലാമത്തെ പദം 2. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്താ വഴി അറിയോ? ഇത് രണ്ടും കൂടെ കൂട്ടുക, 8 രണ്ടും കൂടെ കൂട്ടുക, എത്രയാ? 10. അതിനെ 2 കൊണ്ട് ഹരിക്കുക, 5 കിട്ടും. പൊതു വ്യത്യാസമായി. എന്താ? 5നോട് 3 കൂട്ടിയാൽ 8, 8നോട് 3 കൂട്ടിയാൽ 11 ആണ് ഇതിന്റെ ഉത്തരം. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 17. 2n = 16 ആയാൽ 3n+1 എത്ര? 2n = 16. 2n എന്ന് പറയുമ്പോൾ n ഏത് വരെ കൊടുത്താലാ 16 കിട്ടുക? അത് 2/4 ആണ് 16. അപ്പൊ n എന്താണ്? 4. 3n+1 എന്ന് പറഞ്ഞാൽ എന്താ? 3/4 + 1 എത്രയാ? 5. അതായത് 3/5 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വരും? 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ആണല്ലോ അല്ലേ? 3 9 27 81 250. ഇതാണ് അതിന്റെ ഉത്തരം. 18ാമത്. 10 പേർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ എല്ലാവരും പരസ്പരം ഹസ്തദാനം ചെയ്തു. ആകെ എത്ര ഹസ്തദാനങ്ങൾ? 10 പേർ പങ്കെടുത്താണ്. അപ്പൊ അതിനകത്ത് ഓരോരുത്തരും എത്ര വീതം കൊടുക്കുന്നുണ്ട്? ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാള് ബാക്കിയുള്ള 9 ആൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ആകെയുള്ള ഹസ്തദാനാണ്. അത് എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ 9, 8, 7 തുടങ്ങി 1 വരെ കൂട്ടുക. അതായത് 45 ഹസ്തദാനമാണ് അതിന്റെ ഉത്തരം. 22 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണളവുകളുടെ തുക എത്ര? ഇത് വളരെ വിഷം പിടിച്ച ചോദ്യമാണെന്ന് വിചാരിക്കും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. അതിനെന്താ? ഒരു ബഹുഭുജത്തിന്റെ കോണളവുകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ വഴി എന്താണെന്ന് വെച്ചാൽ എത്ര വശമുണ്ടോ അതിൽ നിന്ന് 2 കുറക്കുക. ഇപ്പൊ ഇവിടെ 22 ആണല്ലോ, 22 2 കുറച്ചാൽ 20 കിട്ടി. അതിനെ 150 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് വരും? 3000. അതാണ് അതിന്റെ ഉത്തരം.